ഹലോ, ഞാൻ ഡോക്ടർ സൂര്യ. നിങ്ങളൊരു പെൺകുഞ്ഞിൻ്റെ പാരൻ്റാണോ, പ്രത്യേകിച്ച് ഒരു അമ്മയാണോ എങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വേവലാതിപ്പെടുന്ന ഒരു കാര്യം എന്തായിരിക്കും? നമ്മുടെ കുഞ്ഞുമക്കൾ ആദ്യമായിട്ട് പീരീഡ്സ് ആവുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടായിരിക്കും അല്ലേ? നമ്മളെല്ലാവരും ഈ ഒരു കാലഘട്ടം കടന്നു വന്നവരാണ്. അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ കുഞ്ഞ് നേരിടേണ്ട വെല്ലുവിളികളെക്കുറിച്ചും എല്ലാം നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ കുഞ്ഞ് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ പീരീഡ്സ് ആവുന്നത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. ഒരു 99% അമ്മമാരും ഈശ്വരാ എൻ്റെ കുഞ്ഞ് നേരത്തെ ഒന്നും പീരീഡ്സ് ആവരുതേ, അവൾ ആ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞതിന് ശേഷം മാത്രം ആ ഒരു സ്റ്റേജിലേക്ക് കടന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങൾ വളരെ നേരത്തെ തന്നെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ഇനി എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇത്ര നേരത്തെ തന്നെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്നത് അഥവാ മെനാർക്കി ആവുന്നത്? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതികളും ഭക്ഷണ രീതികളും ഒക്കെ തന്നെയാണ്. പണ്ടൊക്കെ കുഞ്ഞുങ്ങളൊരു ഹൈസ്കൂൾ കാലഘട്ടം, അതായത് ഒരു 11 വയസ്സ് അതോ ഒരു 12 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെ ഇടയിലായിരിക്കും ആദ്യമായിട്ട് പീരീഡ്സ് ആയിട്ടുണ്ടാവുക. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. പലപ്പോഴും കുഞ്ഞു മക്കളൊക്കെ 8 വയസ്സ് മുതൽ തന്നെ പീരീഡ്സ് ആവുന്ന ഹിസ്റ്ററി നമ്മൾ കാണുന്നുണ്ട്. ഡെയിലി ലൈഫിൽ പലപ്പോഴുമായിട്ട് നമ്മളിത് കാണുന്ന കാര്യമാണ്. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ കുട്ടികൾക്ക് അവരുടെ പേഴ്സണൽ ഹൈജീനെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. എന്തൊക്കെയാണ് അവരുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ചൊന്നും അവർ ബോധവാന്മാരായിരിക്കില്ല. ഇനി നമ്മൾ പറഞ്ഞു കൊടുത്താലും ഇതിനെക്കുറിച്ചൊന്നും ഒരു ബോധം വരാനുള്ള പ്രായം അവർക്ക് ആവുന്നുണ്ടാവില്ല. അപ്പോൾ ഇത്തരം ഒരു ഏജിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഈ ശാരീരികമായ മാറ്റങ്ങളെ അഭിമുഖീകരിക്കാൻ അവർ പ്രിപ്പയർ ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭക്ഷണ രീതിയിലും അവരുടെ ദൈനംദിനമായിട്ടുള്ള ജീവിതചര്യകളിലൊക്കെ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുമാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം. നമ്മുടെ ഭക്ഷണ രീതിയിലാണ് ആദ്യത്തെ മാറ്റം വരുത്തേണ്ടത്. കുഞ്ഞുങ്ങൾക്ക് പണ്ടെല്ലാം കുഞ്ഞുങ്ങൾ അണ്ടർ നറിഷ്ഡ് ആയിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഓവർ നറിഷ്ഡ് ആണ്. അതാണ് പല കുട്ടികളുടെയും കുഴപ്പം. അതുപോലെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രോസസ്ഡ് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഹൈ ഷുഗർ കണ്ടൻറ്റുള്ള ബിവറേജസ്, ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്നാക്സ്, ബിസ്ക്കറ്റുകളുടെ രൂപത്തിൽ കുഞ്ഞു മക്കൾക്ക് ചെറുപ്പം മുതലേ നമ്മൾ ബിസ്ക്കറ്റ്സ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കും. അതിലൊക്കെ എന്താ മൈദയും ഓയിൽസും ട്രാൻസ് ഫാറ്റും ഒക്കെയാണ് ധാരാളം അടങ്ങിയിട്ടുള്ളത്. ഇതൊന്നും കുഞ്ഞിന് നല്ലതല്ല, പ്രത്യേകിച്ച് പെൺമക്കൾക്ക്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന നോൺ വെജ് ഐറ്റംസ്, ഡെയിലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മുട്ട കൊടുക്കുന്നു, ഡെയിലി നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചിക്കൻ കൊടുക്കുന്നു. ഇത് ഈ ചിക്കനും മുട്ടയൊന്നും കൊടുത്തതുകൊണ്ട് ഇതൊന്നും മോശം ഭക്ഷണം എന്നല്ല പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഡെയിലി ഡേ ടു ഡേ ലൈഫിൻ്റെ ഭാഗമാകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അതിനൊത്ത വ്യായാമം ചെയ്യേണ്ടതും ആവശ്യമാണ്. പക്ഷേ കുഞ്ഞുങ്ങളിന്ന് സ്കൂളിലൊന്നും പോകുമ്പോൾ നടന്ന് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളെയൊന്നും കാണാനേ സാധിക്കില്ല. നമ്മൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് സ്കൂൾ ബസ്സിൽ കയറുന്നു, സ്കൂളിൽ പോയി ഇറങ്ങുന്നു. ഇത്തരം കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇല്ലെങ്കിൽ തന്നെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അത് കളിക്കാൻ പോവുക, ചുറ്റുപാടുള്ള കുട്ടികളെല്ലാം ചേർന്ന് കളിക്കുക, അത്തരം പരിപാടികളൊന്നും ഇപ്പം നമ്മുടെ മക്കൾക്ക് ഇല്ലതാനും. സ്കൂളിലാണെങ്കിൽ അവർ PT എന്നുള്ളൊരു പീരീഡൊക്കെ എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പോലും നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അധ്യാപകർ പോലും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് കുഞ്ഞുങ്ങൾ ശരീരം അനങ്ങി ആക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നില്ല. അവർ അവരുടെ ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ മിക്കവാറും കളിക്കുക എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ മുമ്പിലോ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലോ വന്ന് കുത്തി ഇരുന്നിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. ഒരിക്കലും അവർ ആക്റ്റീവ് ആവുന്നില്ല. ഇതൊക്കെ തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് നേരത്തെ പീരീഡ്സ് ആവുക, അതായത് പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി എന്ന് പറയും, ഈ ഒരു സ്റ്റേജിലോട്ട് നമ്മുടെ മക്കളെ നയിക്കുന്നതിൻ്റെ പ്രധാന കാരണം. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുഞ്ഞുങ്ങളെപ്പോഴും ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കണം. അവർ കുറച്ച് ഓടട്ടെ, അവർ ഇത്തിരി കളിക്കട്ടെ, അവർ വെയിലത്തും മണ്ണിലും എല്ലാം കുറച്ച് നേരം കളിക്കട്ടെ. അതുകൊണ്ടൊന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്നാക്സ് എല്ലാം കൊടുക്കും, മാക്സിമം ഹോം മെയ്ഡ് സ്നാക്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കി ഹോംലി ഫുഡ് നമ്മൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ കഴിക്കുന്നത് തന്നെ ക്വാണ്ടിറ്റിയിലല്ല ക്വാളിറ്റി. നിങ്ങളുടെ കുഞ്ഞ് എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്ന കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു ശ്രദ്ധ ചെലുത്തുക. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ നമ്മുടെ പെൺമക്കൾ നേരിടുന്ന ഈ പ്രിക്കോഷ്യസ് പ്യൂബേർട്ടി എന്നുള്ള ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടത് വളരെ ആവശ്യമായുള്ളൊരു കാര്യമാണ്. അവൾ പീരീഡ്സ് ആവുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് തന്നെ അവളുടെ ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും. ഒരമ്മ എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞിനെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.
ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അവളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും തയ്യാറാക്കേണ്ടത് അത്യാവശ്യമായുള്ള കാര്യമാണ്. നിനക്ക് ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിൻ്റെ ശരീരത്തിൽ വരാൻ പോകുന്നുണ്ട്, നീ എന്തെല്ലാമാണ് ഇനി സംഭവിക്കുക, എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും, എങ്ങനെയൊക്കെ ഇതിനെ നേരിടണം, ഇതെല്ലാം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുൻകൂട്ടി തന്നെ പറഞ്ഞു കൊടുക്കണം. ഒരു പക്ഷേ നമുക്കൊന്നും ഇതാരും പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഇതിനെക്കുറിച്ചൊരു ബോധം ഇല്ലാത്തവരായിട്ട് വളർത്തരുത്. അവരുടെ ശരീരം എന്താണ്, ആ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നമ്മുടെ പെൺകുട്ടികളെ ബോധവതികളാക്കേണ്ടത് അമ്മമാരുടെ കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പീരീഡ്സിന് മുൻപേ കാണുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. അവളുടെ ബ്രസ്റ്റ് ബഡ്സ് ഡെവലപ്പ് ആയി തുടങ്ങുന്നുണ്ടായിരിക്കും. അവളുടെ ആക്സിലറി ഏരിയയിൽ, അവളുടെ പ്യൂബിക് ഏരിയയിലൊക്കെ പുതിയ പുതിയ ഹെയറുകൾ, കട്ടിയുള്ള രോമങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ അവളുടെ ഹൈറ്റ് പെട്ടെന്ന് കൂടുന്നൊരു കാലഘട്ടം. ഇതെല്ലാം കാണുമ്പോൾ തന്നെ ഒരു അമ്മ മനസ്സിലാക്കണം, എൻ്റെ കുഞ്ഞിന് അവൾ ആ കുഞ്ഞ് എന്ന ലേബൽ മാറി അവളൊരു പ്യൂബർട്ടി സ്റ്റേജ് അറ്റൈൻ ചെയ്യാൻ പോവുകയാണ്. അതിലൂടെ അവൾ മെല്ലെ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. അങ്ങനെ അവളൊരു ഫെർട്ടൈൽ വുമൺ ആയി മാറുകയാണ്. ഈ കാര്യം നമ്മൾ നമ്മുടെ കുഞ്ഞിന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തെല്ലാമാണ് ശരീരത്തിലെ ഈ മാറ്റങ്ങളെന്ന് പൂർണ്ണമായിട്ടും കുഞ്ഞുങ്ങൾ അറിവുള്ളവരായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ആദ്യമായിട്ട് അവൾ സ്കൂളിൽ വെച്ചാണ് പീരീഡ്സ് ആവുന്നത് എങ്കിൽ എങ്ങനെ അതിനെ നേരിടാം, അതിന് എന്തെല്ലാം അവൾ ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതെല്ലാം കുഞ്ഞിന് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇതിനെല്ലാം അവളെ റെഡിയാക്കണം. ഏറ്റവും വേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ കുഞ്ഞ് ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് അവൾ ഇത്തരം ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു പീരീഡ്സ് കിറ്റ് നിങ്ങൾ അവൾക്ക് വേണ്ടി തയ്യാറാക്കണം. ഒരു പീരീഡ്സ് കിറ്റിൽ എന്തൊക്കെ ഉണ്ടാവും എന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കണേ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞിന് നമ്മളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവളുടെ വ്യക്തി ശുചിത്വത്തെക്കുറിച്ച് ബോധവതിയാക്കി കൊടുക്കണം. ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞ് പീരീഡ്സ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നാട്ടിൻപുറത്തെല്ലാം പറയണ കേൾക്കാറുണ്ട്, കുറച്ച് മരുന്ന് കൊടുത്ത് അവളെ എങ്ങോട്ട് നന്നാക്കണം, അവിടെ ഒന്ന് പുഷ്ടിപ്പെടുത്തണം. ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. ഈ ആദ്യത്തെ ആർത്തവവും ആയുർവേദവും തമ്മിൽ കലർത്തി ഒരുപാട് മിഥ്യായ ധാരണകൾ നമ്മുടെ ഇടയിലുണ്ട്. ആദ്യമായിട്ട് ആർത്തവം ഉണ്ടാവുമ്പോൾ, അതായത് രജസ്വല, നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെ പറയും, ആദ്യമായിട്ട് രജസ്വലയാവുന്നൊരു പെൺകുട്ടിക്ക് ആയുർവേദത്തിൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എല്ലാ രജസ്വലകളായ സ്ത്രീകൾക്കും പറയുന്ന അതേ കാര്യങ്ങൾ മാത്രമാണ് ആദ്യത്തെ ആർത്തവത്തിനെയും ആയുർവേദത്തിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്നതായിട്ടുള്ളൂ. അല്ലാതെ ആദ്യത്തെ ആർത്തവത്തിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്ന് യാതൊരു ആയുർവേദ ഗ്രന്ഥത്തിലും പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എല്ലായിടത്തും കണ്ടുവരുന്ന ഒരു നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന രീതിയാണ് കുഞ്ഞിന് പച്ചമുട്ടയും നെയ്യ്, എണ്ണ എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരുപക്ഷെ ഇതൊക്കെ കുഞ്ഞിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ കുഞ്ഞിന് ശരീരം നന്നാക്കാൻ വേണ്ടി കുഞ്ഞിന് ലേഹ്യവും അരിഷ്ടവും ഒന്നും വാങ്ങിക്കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതൊന്നും എവിടെയും പ്രതിപാദിക്കുന്നില്ല. നിങ്ങളുടെ കുഞ്ഞ് ഇപ്പം പണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരം നേരെയാക്കാന്ന് പറഞ്ഞാൽ അവർ അണ്ടർ നറിഷ്ഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, അവർ ഓവർ നറിഷ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത് അവർ കൂടുതൽ ഫാറ്റി ആക്കേണ്ട കാര്യമൊന്നും ഇരിക്കുന്നില്ല. ഇനി അഥവാ നിങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും വിളർച്ചയോ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക. അല്ലാതെ ആർത്തവും ആയുർവേദവും കൂട്ടിക്കലർത്തി നമ്മൾ കേൾക്കുന്ന സ്ഥിരമായി കാണുന്ന മരുന്നുകളൊന്നും ഒരു കുഞ്ഞ് കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതൊന്നും ആയുർവേദം അനുശാസിക്കുന്നതുമല്ല. എന്താണ് കുഞ്ഞിന് ആയുർവേദം അനുശാസിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു രജസ്വല, അതായത് സാധാരണ ഒരു മെൻസ്ട്രേറ്റിംഗ് വുമൺ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അതായത് വ്യക്തി ശുചിത്വം, അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ അവൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും രക്തക്കുറവ് മൂലമുള്ള വല്ല വിളർച്ചയോ മറ്റോ കാണുകയാണെങ്കിൽ അതിന് വേണ്ട മരുന്ന് കഴിക്കാം. അതുപോലെ അവൾക്ക് ഡിസ്മെനോറിയ പോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വേണ്ട മരുന്നുകൾ കഴിക്കാം. അങ്ങനെ എന്താണോ അവളുടെ പ്രശ്നം, അവളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുകൾ എന്താണോ അതിനനുസരിച്ചുള്ള മരുന്നുകളെല്ലാം നിങ്ങൾക്ക് ഒരു ആയുർവേദ ഡോക്ടർ നിർദ്ദേശപ്രകാരം കഴിക്കാവുന്നതേ ഉള്ളൂ. കുഞ്ഞുങ്ങളെ പൂർണ്ണ ബോധവതികളാക്കി അവരുടെ ശരീരത്തിൽ വരുന്ന അവസ്ഥകളെയും മാറ്റങ്ങളെയും കുറിച്ച് അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുത്ത് അവരെ ഒരു നല്ല സാമൂഹ്യ ജീവിയാക്കി വളർത്തുക.